ഗായ്സ്, ഞാൻ വരിക. ഇവളെന്താ പാത്രം പിടിച്ചിരിക്കണെന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. അതായത് ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോകും. വെറും ബിരിയാണി അല്ല മക്കളെ, ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാ. ബീഫ് ഇവിടെ ഫസ്റ്റിന് സെറ്റായി. അപ്പെല്ലാം സെറ്റല്ലേ, ആരംഭിക്കാലോ. എന്നെ വിശ്വസിച്ച് വീട്ടിൽ നിന്ന് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഇത് അടിപൊളിയായിട്ട് ഉണ്ടാക്കണമല്ലോ. ഫസ്റ്റ് തന്നെ നമുക്ക് റൈസ് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടി മെയിൻ ആയിട്ടുള്ള നെയ്യ് ഒഴിച്ചു, കാഷ്നട്ട് മുന്തിരൊക്കെ വറുത്ത് ഞാൻ മാറ്റി വെച്ചു. പിന്നെ സ്പൈസസ് ഇട്ടു. അതിന്റെ കൂടെ ഇച്ചിരി സവാളയും കൂടി ഇട്ട് ഇങ്ങനെ വറുത്തെടുക്കാട്ടോ. അതിന് ഞാൻ വാഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് അതും ഇതിന്റെ കൂടെ കുറച്ച് നേരം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചു. വെള്ളത്തിനോട് കുറച്ച് നെയ്യും കൂടി ഇട്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ലെമൺ എടുത്തിട്ടുണ്ട്. ഉപ്പ് ഇടണം കേട്ടോ. ലെമൺ എടുക്കുന്നത് മെയിൻ ആയിട്ട് ഇത് കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഒരു ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് വെള്ളം, ആ ഒരു റേഷ്യോയിലാണ് കേട്ടോ നമ്മൾ ഇത് ഉപയോഗിക്കാൻ. റൈസിനെ അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. സൗണ്ടിന് എന്തോ ഒരു മാറ്റം, മൂക്കടപ്പായതുകൊണ്ടായിരിക്കാം. മസാലക്ക് വേണ്ടി ഫസ്റ്റ് തന്നെ ഓയിൽ ഒഴിക്കാം. കട്ട് ചെയ്ത് വെച്ച് സവാള ഇടാം. സവാള ഇങ്ങനെ വഴച്ചെടുക്കണം കേട്ടോ നല്ലപോലെ. എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു, അതായത് ബിരിയാണിക്കകത്ത് ഡയറക്റ്റ് ആയിട്ട് മുളക് പൊടി യൂസ് ചെയ്യില്ലെന്ന്. പച്ചമുളക് ചതച്ചാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമുക്ക് വേണ്ട മസാലപ്പൊടി, മഞ്ഞപ്പൊടി. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബിരിയാണി മസാലയാണ് കേട്ടോ. എന്റെ അമ്മയിലെ ഭയങ്കര അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കും കേട്ടോ. ആക്ച്വലി ഇത് അമ്മയുടെ റെസിപ്പിയാണ്. അമ്മയാണ് എല്ലാം പറഞ്ഞു തന്ന് അപ്പുറത്തുനിന്ന് ചെയ്യിപ്പിക്കുന്നത്. ടൊമാറ്റോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഉപ്പിടാത്തത് വേറെ ഒന്നുമല്ല, ബീഫിൽ അത്യാവശ്യം നല്ല ഉപ്പിട്ടിട്ടുണ്ട്. അതിന്റെ ഗ്രേവി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാലേ നല്ല സ്മെല്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര കൊതിയായിട്ട് പോയായിരുന്നു. ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ബിരിയാണി കറക്റ്റ് ആയിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്. കുറച്ച് മിന്തിന്റെ ലീഫൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടി. പിന്നെ ഞാൻ അമ്മേനെ വിളിച്ചു, ബാക്കിയെല്ലാം അമ്മ ചെയ്തോളും, തമ്മിടലും പരിപാടിയൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് കൊതിയായിട്ട് വയ്യ, എങ്ങനെയെങ്കിലൊക്കെ തിന്നാൽ മതിയായിരുന്നു. കുറച്ച് നെയ്യൊക്കെ വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് സിമ്മിലിട്ട് വെച്ചായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ കമന്റ് ഒക്കെ ചെയ്യാട്ടോ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണു കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്തോ ഉച്ച 2 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് കഴിക്കുന്നത്. അത്രയും ടൈം എടുത്തുണ്ടാകും. ബാക്കിൽ കാണാൻ മണി മൂവി നടന്നുകൊണ്ടിരിക്കണേ. എനിക്ക് കറിയണോന്ന് പറഞ്ഞൂടാ, തിന്നണോന്ന് പറഞ്ഞൂടാ. പക്ഷേ ഇല്ലേ ഗൈസ്, സത്യം പറയാലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സന്തോഷത്തിൽ ഞാൻ ഒരു ഡയറി മിൽക്കും കൂടെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോകണം. അപ്പൊ ടാറ്റാ ബൈ ബൈ, സീ യു ഉമ്മ.